ആദർശിൻ്റെയും നയനയുടെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്തുമോളെ ഉറക്കിക്കെടുത്തുന്ന ആദർശിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ സ്റ്റോറി തുടങ്ങുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ആദർശ് നയനയെ കോൾ ചെയ്യുന്നു. എന്നിട്ട് അവർ സംസാരിക്കുന്നു. നയനയാണെങ്കിൽ നയനയുടെ വീട്ടിലാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു സങ്കടത്തിലാണ് ആദർശിനാണെങ്കിൽ ഉറക്കമൊന്നും വരുന്നുണ്ടാവില്ല. ഇതിപ്പോൾ ഒരു ദിവസം എന്ന് പറഞ്ഞ് പോയതല്ലേ നയനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ 2 ദിവസം നിന്നോട്ടെ ആദർശേട്ട എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ തമ്മിൽ ആ ഒരു സ്നേഹ സംസാരവും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞ് നയനയും കനകയും തമ്മിൽ സംസാരിക്കുന്നതാണ്. കനകയോട് കാര്യങ്ങൾ പറയുകയാണ്. അവിടെ ഞാനില്ലാത്തതുകൊണ്ട് ആദർശേട്ടന് ഉറക്കം വരുന്നില്ല അമ്മ എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അല്ല ഇനിയിപ്പോൾ 7 മാസം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ അവരെന്ത് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. എന്നിട്ട് പിന്നെ കനകയാണെങ്കിലും പറയുന്നുണ്ട്, എനിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ മോളെ ഈ ഒരു സമയത്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരാനും ഒക്കെ. ഇവിടെ 2 ദിവസം നിന്നിട്ട് പോയാൽ പോരെ, അതാകുമ്പോൾ അച്ഛനും ഒരുപാട് സന്തോഷമാകും എന്നൊക്കെ പറയുമ്പോൾ നയനയാണെങ്കിലും പറയുന്നുണ്ട്, എനിക്ക് നിൽക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് അമ്മയെ, പക്ഷേ അവിടെ ആദർശേട്ടനും അമ്മയൊക്കെ ഒരുപാട് സങ്കടത്തിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അതുപോലെ തന്നെ കനക പറയുന്നുണ്ട്, എനിക്കിപ്പോൾ നല്ല ടെൻഷനുണ്ട്. ഒന്നാമത് അഭി ജയിലിലായത് കൊണ്ട് തന്നെ ജലജയ്ക്ക് നിന്നോട് നല്ല ദേഷ്യം ഉണ്ടാകും. അപ്പോൾ നീ സൂക്ഷിച്ചും കണ്ടൊക്കെ അവിടെ നിൽക്കണേ മോളെ എന്നൊക്കെയുള്ള ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. ശേഷം കാണിക്കുന്നത് ദേവയാനിയും ആദർശും തമ്മിലുള്ള ഒരു സംസാരമാണ്. ആദർശ് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദേവയാനി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ നിനക്ക് ഉറക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് അങ്ങോട്ടും ചോദിക്കുകയാണ്, എന്താ അമ്മയ്ക്ക് എന്താ ഉറക്കില്ലേ എന്ന് ചോദിക്കുന്നു. അതായത് അവർക്ക് 2 പേർക്കും നയനയില്ലാതെ ഉറക്കമില്ലാതെ ഇങ്ങനെ നടക്കുകയാണ്, ദേവയാനി ആണെങ്കിലും ആദർശാണെങ്കിലും. എന്നിട്ട് ദേവയാനി ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ 7 മാസം കഴിഞ്ഞാൽ എന്തായാലും നയന വീട്ടിലേക്ക് ചെല്ലും, അപ്പോൾ ഇപ്പോഴെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കുന്നു. എത്രയും പെട്ടെന്ന് നയനയെ വിളിച്ചുകൊണ്ട് വരണം എന്നൊക്കെ ആദർശിൻ്റെ അടുത്ത് പറയുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് കനകയും നയനയും തമ്മിലുള്ള സംസാരമാണ്. ആദർശേട്ടൻ ഇപ്പം എന്നെ വിളിച്ചുകൊണ്ട് പോകാൻ വരൂ എന്നൊക്കെ ഇങ്ങനെ കനകയോട് നയന പറയുന്നു. അപ്പോൾ എന്താ ഇത്ര പെട്ടെന്ന് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടെ ദേവയാനി ആണെങ്കിലും ആദർശാണെങ്കിലും ഉറക്കമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്ദുവും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ ആദർശം അവിടെ എത്തുന്നുണ്ട് വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അതിനുശേഷം ആദർശിന് ചായ എടുക്കാനായിട്ട് പറയുന്നുണ്ട് നയന. അപ്പോൾ കനകയാണെങ്കിൽ ചായ വെക്കാനായിട്ട് പോകുമ്പോൾ അതേപോലെ തന്നെ നയന റെഡി ആവാനും പോകുന്നു. പിന്നീട് ആദർശവും നന്ദുവും സംസാരിക്കുന്നുണ്ട്. നന്ദുവിന് വേറെ കല്യാണാലോചനയൊന്നും വന്നില്ലല്ലോ അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട്, ഇല്ല ആദർശേട്ടനായിട്ട് ഇനി കൊണ്ടുവരരുത് കേട്ടോ എന്നൊക്കെ പറയുകയാണേ. അപ്പോൾ ആദർശാണെങ്കിൽ ആ ഒരു സമയത്ത് പറയുന്നുണ്ട്, എനിക്ക് നയനയ്ക്കും ഇപ്പോൾ നിൻ്റെയും അനിയുടെയും കാര്യത്തിൽ എതിർപ്പൊന്നുമില്ല, പക്ഷെ നിങ്ങൾ വീട്ടുകാർ അമ്മയും അച്ഛനും കൂടി സമ്മതിച്ചാൽ ഞങ്ങൾ ഈ കാര്യത്തിന് നിങ്ങളുടെ കൂടെ മുന്നിലുണ്ടാവുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ശേഷം കാണിക്കുന്നത് നവ്യയാണ്. നവ്യയാണെങ്കിൽ മനസ്സിൽ പറയുകയാണ്, എല്ലാവരും നോക്കുമ്പോൾ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അവിടെ നവ്യയുടെ ഹസ്ബൻഡ് അവിടെ ജയിലിലും ആരും ഒന്നിനും സഹായിക്കുന്നില്ല, ജയിലിൽ നിന്ന് ഇറക്കാനായിട്ട് നോക്കുന്നില്ല, ആ ഒരു ദേഷ്യം നവ്യക്കുണ്ട്. അപ്പോൾ നവ്യ പറയുകയാണ്, എല്ലാവരും സന്തോഷത്തിലാണ്, ഈ സന്തോഷം ഞാൻ എങ്ങനെയെങ്കിലും തല്ലിക്കെടുത്ത് ഞാൻ അതിന് എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞ് നവ്യയാണെങ്കിൽ ഇങ്ങനെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നയന ദേവയാനിയെ കണ്ണുപൊത്തുന്നതാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ മരുമകളുടെ കൈ തൊട്ടാൽ അറിയാൻ പറ്റും നയനമോളല്ലേ എന്നൊക്കെ പറയുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ അവർ കെട്ടിപ്പിടിക്കുന്ന അവരുടെ സ്നേഹ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാണിക്കുന്നത്. നല്ലൊരു രസമായിരുന്നു കണ്ടിരിക്കാനായിട്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അടുക്കളയിൽ ചെല്ലുമ്പോൾ അവിടെ നയനയും ദേവയാനിയും ചെല്ലുന്ന സമയത്ത് ജാനകി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ജാനകിയാണെങ്കിൽ ഭയങ്കര സ്നേഹത്തിൽ നയനയോട് പെരുമാറുന്നു. അപ്പോൾ നമ്മുടെ നയനയാണെങ്കിലും പറയുന്നുണ്ട്, ചെറിയമ്മയുടെ മാറ്റത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഒരു പ്രശ്നമില്ല, പക്ഷേ ഇങ്ങനെ ഞാൻ പെരുമാറിയെന്ന് വിചാരിച്ചിട്ട് നന്ദുവിനോടുള്ള ഒരു ദേഷ്യം മാറിയെന്ന് വിചാരിക്കേണ്ട, നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് ആരും വിചാരിക്കേണ്ട എന്നുള്ള സൂചനയൊക്കെ കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിൽ മാത്രം നീ ഇടപെടരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയനയാണെങ്കിലും പറയുന്നുണ്ട്, എല്ലാവർക്കും എതിർപ്പാണെങ്കിൽ ഞാൻ ആ കാര്യം ഇനി പറയുന്നേ ഇല്ലേ എന്നുള്ള രീതിക്ക് നയനയും പറയുന്നു. അങ്ങനെ ജാനകി നല്ല ഫുഡുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നയനയ്ക്ക്. അതെല്ലാം എടുത്തവർ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുപോകുന്നു. ജാനകി ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നവ്യ അഭിയെ കാണാനായിട്ട് ജയിലിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നവ്യ അഭി ആ ഒരു സംസാരമാണ്. അഭിയാണെങ്കിലും പറയുന്നുണ്ട്, നീ മാത്രം വിചാരിച്ചാൽ ഇനി എനിക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ സാധിക്കും എന്നൊക്കെ പറയുന്നു. എന്നിട്ട് പിന്നെ ഇടയ്ക്ക് ഒന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണമല്ലോ, അങ്ങോട്ട് നവ്യയോട് ചോദിക്കുകയാണ്, ശരിക്കും നിൻ്റെ അച്ഛനമ്മയും തന്നെയാണോ അവർ? എനിക്കിപ്പോൾ അതാണ് സംശയം, ഞാൻ ചോദിക്കണോണ്ട് നിനക്ക് അങ്ങനെ ഒന്നും തോന്നരുത്, അങ്ങനെ
അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ, അതുകൊണ്ട് അറിയാതെ ചോദിച്ചു പോയത് എന്ന് പറയുമ്പോൾ നവ്യ ആണെങ്കിലും പറയുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കതിപ്പോൾ നല്ല ഡൗട്ടുണ്ട്. ഞാൻ എന്നിട്ട് അവരോട് ചോദിക്കുകയും ചെയ്തു, മൂത്ത മോളായ എന്നെ നിങ്ങൾ ദത്തെടുത്താണോ എന്ന്. കാരണം നന്ദുവിൻ്റെ അടുത്തും നയനയോടൊക്കെ നല്ല സ്നേഹമാണ് അച്ഛനും അമ്മയ്ക്കും, പക്ഷേ എന്നോട് സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞ് നവ്യ ആണെങ്കിൽ അഭിയോട് ഇങ്ങനെയൊക്കെ പറയുന്നുമുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു സംസാരം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ നവ്യ ആണെങ്കിൽ ഓരോ ദിവസം തോറും വലിയൊരു വില്ലത്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നവ്യ സത്യങ്ങളൊന്നും തന്നെ അറിയുന്നില്ല. അബി ആണെങ്കിൽ അത് നല്ല രീതിയിൽ മുതലെടുക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇതൊക്കെയായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. മെയിനായിട്ട് നയനിയും അതുപോലെ ആദർശ്, ദേവയാനി ഇവരൊക്കെ തമ്മിലുള്ള സ്നേഹം, നയനിയെ കൂടുതലും സ്നേഹിക്കുന്ന കാര്യങ്ങളൊക്കെയായിരുന്നു ഇന്നത്തെ ആ ഒരു സ്റ്റോറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നാളത്തെ സ്റ്റോറിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും.